ഹായ് ഹലോ നമസ്കാരം. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ അറിവിന്റെ വേദിക്ക് ഒരിക്കൽ കൂടി മെഴു തുറക്കുകയാണ്. സോ ഭാഗ്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ അത് നിർഭാഗ്യങ്ങളായിട്ടും വരാറുണ്ട്. അത്തരത്തിൽ സൺ സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് മിന്നിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ബിജു ആൻഡ് ജിനു ആണ്. സോ രണ്ടുപേരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹായ്, ഞാൻ ബിജുമോൻ സേവ്യർ. ഞാൻ ജിനു. ഞങ്ങൾ ഇടുക്കി കുമളി സ്വദേശികളാണ്. ഞാനിവിടെ കുമളിയിൽ എലാക്ടോ ഡിജിറ്റൽ ക്രിയേഷൻസ് എന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി റൺ ചെയ്യുകയാണ്. ഞാനൊരു കോളേജ് അധ്യാപികയാണ്. ഹായ് ഹലോ. യെസ്, ഞാൻ ഒരുമിച്ച് ഭയങ്കര എനിക്കൊന്ന് പ്രീ വെഡിങ് ഷൂട്ടൊക്കെ നടത്തുന്ന പോലെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ നടന്നു വരുന്നത്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഉണ്ടല്ലേ? ശരിക്കും വെഡിങ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലേ? ഇല്ല, ഒരു 13 വർഷമായിട്ടുള്ളൂ. 13 വർഷമായിട്ടുള്ളൂ. അധികം ഇല്ല എന്നുള്ള ചിരിയിൽ കണ്ടപ്പോൾ ഞാൻ അടുത്താണെന്നുള്ളത്. അല്ല, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ഫ്രഷ് മൈൻഡായിട്ട്. ഇനി അത് 13 അല്ല 30 അല്ല 50 ആയാലും നമ്മൾ ഈ ഒരു അല്ലെ നവദമ്പതികൾ മൂടാണ്, ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ടിലാണ്. നിങ്ങൾ ഇപ്പോഴും ഹണിമൂണിലാണ്. പറ്റിയ സ്ഥലമാണ്, തേക്കടിയാണ് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ആളുകളാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് അല്ലെ? കുമളി സ്വദേശികളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കോളേജ് ലെക്ചറും ഒപ്പം തന്നെ ഫിലിം മേക്കറും ജോയിൻ ചെയ്തൊരു ഫ്രെയിം കൂടിയാണ് അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊരു കോയിൻസിഡൻസ് ആണ്. അത് നമ്മളെ അപ്രതീക്ഷിതമായിട്ട് ലവ് മാരേജ് ആദ്യമേ തന്നെ പറഞ്ഞു. അറേഞ്ച്ഡ് ലവ് മാരേജ്. അതായത് ശേഷം പ്രണയിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. ഞാൻ വെളിയിലായിരുന്നു. പിന്നെ ഇവിടെ നാട്ടിലായി. ഇത് ജോലി സംബന്ധമായ നാട്ടിലായതാണോ അതോ വിട്ടു പോകാൻ പറ്റാത്തോണ്ട് നാട്ടിലായതാണോ? അതായിരിക്കും അതാണ് കേൾക്കാൻ കുറച്ചുകൂടി സന്തോഷം അല്ലേ? കൊറോണ ടൈമിൽ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് പോകാൻ നിന്ന് പിന്നെ പോയില്ല. എല്ലാവരും കേട്ട് പിന്നെ ഇവിടെ കൂടി അല്ലേ? ലൈഫ് എല്ലാവരും ഒരുമിച്ചായിരിക്കുക എന്നുള്ള സമയമല്ലേ? സന്തോഷം. അടിപൊളി. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടുപേരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് നിർഭാഗ്യം വേണ്ട, ഭാഗ്യം മാത്രം പിടിച്ചാൽ മതി. ഓക്കെ പ്ലീസ്. 13 വർഷത്തെ ജേണിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യം എന്തായാലും ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും നിങ്ങൾ ഉത്തരം പറയാം. ആണോ? അതല്ലാത്തൊരു ഭാഗ്യം എന്തായിരിക്കും? മക്കളാണ്. രണ്ടുപേരും ഒരൊറ്റ ഉത്തരമാണ്. മക്കളൊക്കെ എത്രയിലായി? ഒരാൾ 5th, ഒരാൾ UKG. രണ്ടുപേരാണ്. ഹാപ്പി ആയിട്ട് പോകുന്നു. ഈ രണ്ടുപേരുടെ ആണെങ്കിലും ഭയങ്കര ബിസി ലൈഫാണ് അല്ലെ? രണ്ട് രീതിയിലേക്കാണെങ്കിലും ഒരാൾ ക്രിയേറ്റീവ് സൈഡിലോട്ട് പോകുന്നു, ഇവിടെ കോളേജിലോട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന പരിപാടികളൊക്കെ എങ്ങനെ? അത് ഞാൻ ഇദ്ദേഹത്തിന്റെ കരിയർ അങ്ങനെ വിട്ടേക്കാണ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നാട്ടിൽ സെറ്റിൽ ആയത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിലേക്കെല്ലാം വന്നത്. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി പോലെ സ്റ്റാർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം നമുക്ക് നാട്ടിൽ തന്നെയാവും. അപ്പം കുട്ടികളെ വിളിക്കാനും പോകാനും വരാനൊക്കെ ഉള്ളൊരു സൗകര്യം നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കരിയർ ടീച്ചിങ് ആണ്. അത് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടു. നമ്മൾ കുറച്ചുകൂടി ഒരു ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി അല്ലെ? കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു. പിന്നെ ഇവിടെ അങ്ങോട്ട് പോവാം എന്നുള്ള പ്ലാൻ ചെയ്തു. ആൻഡ് ഫൈനലി എന്തായാലും ഫിലിമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൂടി കൂടിയാണ് അല്ലെ? സോ നമ്മുടെ ഒരു ലോക്കൽ സന്തോഷ് പണ്ഡിറ്റ് എന്നേ ഉള്ളൂ. എല്ലാം ഡീൽ ചെയ്യും അല്ലെ? എഴുത്ത്, സംവിധാനം, അഭിനയം ഒക്കെ അല്ലെ? അതെ, അത് ഒരു പാഷൻ, ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ കണ്ട് പഠിച്ച് യൂട്യൂബിലൊക്കെ നോക്കി അത്യാവശ്യം എഡിറ്റിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഒരു 4-5 ചെറിയ ഷോർട്ട് ഫിലിം. ജീവിതത്തിലെ നായികയൊക്കെ പോലെ സിനിമയിൽ നായികയൊക്കെയോ? ഇല്ല, നമ്മൾ മാത്രമല്ല പരിപാടി അല്ലേ? സിനിമയെ പറ്റി നല്ല അറിവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് വിളിച്ചില്ല കൂടുതൽ. 1983 ഇതാരാ ചേട്ടാന്ന് ചോദിക്കുന്ന ആളായതുകൊണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അല്ലേ, നമുക്ക് ഇവിടെ ചില പറഞ്ഞിരിക്കണം. തന്നെ ഇവിടോട്ട് കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിന് രണ്ട് സബ്ജക്റ്റ് ഇട്ട് കൊടുക്ക്, അറിയാൻ ചോദിക്കും, തിരിച്ചു കൊടുക്കുക. ഇല്ല, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് സിനിമയെ ബന്ധപ്പെട്ട തന്നെയാണ്. നമുക്ക് ചുറ്റും നമ്മൾ കണ്ട സിനിമകളെ അല്ലെ ചിലപ്പോൾ നമ്മൾ ആസ്വദിച്ച് വിട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോഴൊക്കെ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ഭാഗ്യമായിട്ട് മാറും. അത് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളായിട്ട് മാറാൻ പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം സ്ക്രാച്ച് മില്ലിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നത് 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും. ആൻഡ് ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളാണ് ഫേസ് ചെയ്യുക. 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയം. ഉത്തരങ്ങൾ ശരിയാവുക എന്നതിനൊപ്പം തന്നെ സമയത്തിനുള്ളിൽ പറയാൻ കൂടി ശ്രദ്ധിക്കുക. ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. ആൻഡ് തേർഡ് റൗണ്ടിൽ ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാർഡ് തന്നെ ഞാൻ തരാം. ഒരിടത്തോളൂ, ഐശ്വര്യ തുടങ്ങിക്കോളൂ. സിനിമകൾ എപ്പോഴും കാണാറുണ്ട് അല്ലെ? ഈ സിനിമകൾ കാണുമ്പോൾ എങ്ങനെ തിയേറ്ററിൽ തുടക്കം മുതൽ എത്തുമോ? സ്പോഞ്ചിന്റെ പരിസരത്തിൽ എത്തുമോ? ഉറപ്പായിട്ടും എത്തും. 10-15 മിനിറ്റ് ഉണ്ട്. അപ്പൊ ടൈറ്റിലുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? സോ ടൈറ്റിലുകൾ ശ്രദ്ധിക്കുന്ന ബിജു, ജിനു, നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം. മലയാള സിനിമകളിൽ 2 അക്ഷരത്തിൽ വന്നിട്ടുള്ള വാക്കുകളുള്ള മലയാള സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വാഴ. റൈറ്റ് ആൻസർ. മഴ. പ്രകൃതി കൂട്ടുപിടിക്കല്ലേ? അവിടെ മറ്റേ കോച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെയാ, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വാമൊഴിയുടെ
രണ്ടക്ഷരം. രണ്ടക്ഷരം ഉള്ളത് ഏതാ? എത്രയോ സിനിമകൾ എത്രയോ സിനിമകൾ. പ്രിയം. പ്രിയം. യെസ്. നിറം. നിറം. വൺ മോർ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോണോ? മുല്ല. റൈറ്റ് ആൻസർ. മറ്റേതുപോലെ ആദ്യമൊക്കെ വിട്ട് പറയിപ്പിച്ചിട്ട് ക്ലൈമാക്സിൽ മാത്രം ചിലർ വരില്ല ക്യാമിയോ റോള് സിനിമകളിൽ. അതേപോലെ അവസാനത്തെ സിനിമയുടെ പേര് പറയാൻ വേണ്ടി മാത്രം ഒരാൾ അല്ലെ ഇത് പഠിച്ചിട്ട് വന്നല്ലേ? ആണല്ലേ? കോളേജിൽ പോലും പോയില്ല. ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് സിനിമയെ കുറിച്ച് അറിയാത്ത ആളെ പറഞ്ഞ് 4 ഉത്തരം പറയാൻ സിനിമയെ കുറിച്ച് അറിയാത്ത ആള് തന്നെ വേണ്ടി വന്നു അല്ലെ? അറിയുന്ന ആള് ക്ലൈമാക്സിലേ കണ്ടുള്ളൂ അല്ലെ? ഈ ചില സിനിമകളിൽ നായകനെ സഹായിക്കാൻ വരുന്ന ഒരു അല്ലെ പറഞ്ഞ പോലെ കോച്ച് കോച്ച് പരിപാടിയാണ്. നമുക്ക് കോച്ച് വേണ്ട, നമുക്ക് പ്ലേയേഴ്സ് മാത്രമായാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ശരിയുത്തരമാണ്. അപ്പോ ഇനി സ്ക്രാച്ച് ഉത്തരം പറഞ്ഞാലും സ്ക്രാച്ച്. തുടക്കം ഒട്ടും മോശമല്ല. ഐ മീൻ നമുക്ക് ഒറ്റക്കം മുതൽ വരെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് 4 സോ 2000 തുടങ്ങിയിരിക്കുന്നത്. 2000 രൂപയിലൂടെ ഗംഭീര തുടക്കമാണ് അല്ലെ? ഒന്ന് ഉത്തരം ശരിയാവണമെന്നുണ്ട്. ഉത്തരം ശരിയായാലും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഉണ്ടാവുന്ന ഒരു നിർബന്ധം. ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കാം. അപ്പൊ എന്തായാലും ഭാഗ്യമാണ് കൂട്ടുള്ളത്. അത് അതേപോലെ തന്നെ പോട്ടെ. സോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകണം. അതിന് മുമ്പായി കാർഡ് ഉണ്ട്. കാര്യമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയെ കുറിച്ച് എനിക്കാണ് അറിയുന്നത്. ഇവിടെ കോളേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് അല്ലെ? സോ ഞാൻ അതുകൊണ്ട് തന്നെ കോളേജായി ബന്ധപ്പെട്ട ഒരാൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം കോളേജ് ക്യാമ്പസ് പ്രമേയമായി വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചോക്ലേറ്റ്. യെസ്. നിറം. വിട്ട് കളിക്കില്ല അല്ലേ? അനിയത്തി പ്രാവ് റൈറ്റ് ആൻസർ ആണ്. രണ്ടും കൂടെ വേണം. ഇങ്ങോട്ട് വരുമോ? അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ കുറെ കിട്ടും. നമ്മൾ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ റൈറ്റ് ക്ലാസ്. തുടക്കം പറയുന്ന പേരുകളൊക്കെ അവിടെ നിറം വെച്ചിട്ട് 2 ചോദ്യത്തിനും ഉത്തരങ്ങളിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. നിറമിട്ടുള്ള പരിപാടി ഇല്ല അല്ലേ? ആ ജനറേഷൻ ആണല്ലോ. അതെ, ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് കുറച്ചുകൂടി അല്ലെ ഇഷ്ടം കൂടുതൽ ഉണ്ടായിരിക്കും. സോ അപ്പോ അഗൈൻ രണ്ടാമത്തെ കാർഡും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചെണ്ടി ആയിരം വിട്ടുള്ള കളിയില്ല. 2000 ആയിരുന്നു. ഇപ്പൊ 1000 കുറഞ്ഞിട്ടുണ്ടെങ്കിലും 4 നിന്ന് വിട്ടുപോയിട്ടില്ല. 2000 സോ 3000 അല്ലെ? 1002 അവസരങ്ങളോട്ട് തന്നെ കയറിയിട്ടുണ്ട്. സൂപ്പർ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലെ? ഇനി നേരത്തെ പോലത്തെ പറഞ്ഞ ഇപ്പൊ അക്കങ്ങൾക്കൊപ്പം തന്നെ ചില അക്ഷരങ്ങൾ വന്നേക്കാം. അത് ചിലപ്പോൾ ഓൾഗോൺ ആയിരിക്കാം, ഓഫ്ഗോൺ ആയിരിക്കാം അല്ലെ? ചിലപ്പോൾ ഡെവലപ്പ് ആയിരിക്കാം. ഡെവലപ്പ് വേണ്ടെന്നാണോ? പാർട്ടിസിപ്പേഷൻ. അത്ര മാത്രമേ ഉള്ളൂ. ആ കാർഡ് ഇങ്ങോട്ട് വെക്കട്ടെ. പ്രശ്നമില്ല അല്ലെ? തുടക്കം ഗംഭീരമാണ്. ഇനി 2 റൗണ്ട് 4 അവസരങ്ങൾ. ഓക്കെ, അപ്പോ സമ്മാന തുക ഒരു പ്രശ്നമേ അല്ല അല്ലെ? പങ്കെടുക്കൽ മാത്രമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ബീച്ചേട്ടൻ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി കട്ടയ്ക്ക് അല്ലെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പോകണം. പക്ഷെ അതിന് മുമ്പായി കാർഡ് സെലക്ട് ചെയ്തോളൂ. 13 വർഷത്തെ നിങ്ങൾ ഒരുമിച്ച് നടന്നു. ഇനി നിങ്ങൾ 13 വർഷത്തിന് ശേഷം പിരിക്കാൻ പോവാണ്. ഓക്കെ, ഇനി അവിടെ ഒരുമിച്ചായിരിക്കില്ല. ഒരാൾ ഇങ്ങോട്ട് വരണം. എന്നിട്ട് നമുക്ക് മത്സരത്തിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ആരാദ്യം വരാൻ പോകുന്നത്? സാധാരണ ഞാൻ വിചാരിച്ചു കോച്ചിന്റെ സ്വഭാവം അനുസരിച്ച് പോയി കളിക്കണ ഗോൾ എടുക്കണമെന്ന് പറയാൻ പോകാന്ന് വിചാരിച്ചു. ഇവിടെ എവിടെ നിന്നാലും 2 പേരുടെ ടീം വർക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മൾ നടക്കുള്ളൂ. ആദ്യം ഒന്ന് വായിച്ചു പോയിക്കോളൂ. റീഡബിൾ ആണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ മുതലാണ് വായിക്കേണ്ടത്. സമയം തരാം. ഓക്കെ, തിരക്കഥാകൃത്താണ്. ഇപ്പൊ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വായിച്ചു കൊടുക്കണ്ടേ? അതെ, വായിച്ചു കൊടുക്കണം. വായിച്ചു കൊടുക്കാനുള്ള സമയത്തിലേക്ക് കൂടെ നമ്മൾ പോവാണ്. സോ റെഡി? സോ 3, 2, 1 ഗോ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരക്കഥ എഴുതാത്തവർ ഒരാളുമില്ല. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ എഴുതും. പകൽ ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. അങ്ങനെ ഫുള്ള് വായിക്കണോ? വായിച്ചോ. ഏത് പോയിന്റിൽ കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം പറയാട്ടോ, ഡയലോഗ് തീരണമെന്ന് വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു ദിവസം കോരപ്പുഴ പാലത്തിൻ്റെ അടുത്ത് വെച്ച് എൻ്റെ കൊട്ടയിലുണ്ടായിരുന്ന 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചു കൊണ്ടുപോയി. പ്രിയദർശനോ? അപ്പം താൻ പ്രിയദർശൻ്റെ തിരക്കഥാകൃത്താണല്ലേ? അതെ. എന്താ കളിക്കുക? ഇനിയും ഞാൻ പ്രിയദർശന് തിരക്കഥ എഴുതി കൊടുക്കും. അങ്ങനെ കൊടുത്താൽ എന്റെ ചെപ്പക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. സിനിമ മനസ്സിലായി. പേര് സംയുക്ത വർമ്മയ്ക്കുള്ള ഒരു കഥയും സീനൊക്കെ പറഞ്ഞു അല്ലേ? ഇവിടെ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം പറ. ഇല്ലല്ലോ, ഇത്ര ഭയങ്കരമായിരുന്നു. ആത്മകഥയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൈ കൊടുത്ത് പോയിട്ട്. ഇനി നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വാക്കിൽ കുറ്റബോധം തോന്നുന്നു. എന്നോട് ക്ഷമിക്കണം കൂടി പറഞ്ഞു.
ഞാനത് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് ഞാൻ സിനിമയെ കുറിച്ച് അടുത്ത വർക്കിൽ അറിവുണ്ടായിരുന്നു. പറയൂ. പോട്ടെ. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് സ്ക്രാച്ച് ചെയ്യാം അല്ലെ? അത് കിടലായിട്ട് അത് ആൻസർ ചെയ്തു. ഇനി മേലോട്ട് കൂടെ ഗോൺ കണ്ടു, പക്ഷെ ഇത് ഹാഫ് ആണോ ഫുൾ ആണോ എന്നുള്ളത്. ഓക്കെ, അത് ഹാഫ് അല്ല, ഓൾ ഗോൺ ആണ്. ആൻഡ് ബീച്ചിട്ട് കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ പൈസ എമൗണ്ട് കിട്ടുന്നതും കിട്ടാത്തൊരു പ്രശ്നമില്ല എന്നുള്ളത്. പകുതിയിൽ വലിക്കുകയാണെങ്കിൽ ഹാഫ് ഗോൺ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫുൾ ഗോൺ ആണ്. നല്ല രീതിയിലേക്ക് മുന്നേറ്റമായിരുന്നു. 2000 ആയിരുന്നു നേടി, പക്ഷെ 3000 ഒറ്റ സ്ലിപ്പിൽ പോയിരിക്കുകയാണ്. പക്ഷെ ഇനി നേടാം, കാരണം ഇനി എന്തായാലും ഓൾ ഗോൺ പോവില്ല അല്ലേ? പ്രശ്നമില്ല എന്നുള്ളത്. ക്ലൈമാക്സിലാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത് അല്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും നഷ്ടപ്പെടുന്ന നിന്ന് വീണ്ടും നേടാനുള്ള കാർഡ് കൂടെ സെലക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും കാർഡ് കിട്ടി. ഇനി ഇങ്ങോട്ട് വന്നാൾ അവിടെ നിന്നോളൂ, അവിടെ നിന്നാൾ ഇങ്ങോട്ട് വന്നോളൂ. ചോദിക്കോളൂ. ഓക്കെ ആണ് അല്ലേ? ടീച്ചർക്ക് എന്തിനു സമയം. സോ റെഡി, ഗെറ്റ് സെറ്റ്, ഗോ. നിർത്ത്, സ്റ്റോപ്പ്. അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റിക്കൊല്ലടാ. അടിച്ചു പൊളിക്കും ഞാൻ. ആ ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് ഞാൻ വെട്ടുക. മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പം നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പോൾ പിന്നെ ഞാൻ ആരാ? പറയടാ ഞാൻ ആരാണെന്ന്. ഇവൻ ഏതാ? ഉണ്ണി സാറിൻ്റെ പാട്ടിയാ? ഉണ്ണി എന്ന് പറഞ്ഞാൽ ആരാന്നാ നിൻ്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനമാണ്. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാണെന്ന് നീ ഇപ്പോൾ ഓർത്തോ? തീയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പിൽ ഊതി ഇങ്ങനെ തീയിൽ കുരുത്ത് വളർന്നവരാ മോനെ. അതിന് ഒരു പിടി ചാര ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയിൽ കൊണ്ടുപോയിടും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ തങ്കച്ച തക്കട്ട അങ്ങനെ തട്ടിക്കളിക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടി അല്ലേ? ആദ്യമേ പറഞ്ഞിരുന്ന ഞാൻ പറഞ്ഞേനെ. ചേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്ന ഞാൻ കിട്ടിയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. സോ അതിലും കിട്ടാതെ പോയിരുന്നെങ്കിൽ അല്ലെ, നേരത്തെ പറഞ്ഞ ഫിൽം മേക്കർ എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ വന്നേനെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, നഷ്ടത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ചേർത്ത ഗംഭീരായി തുടങ്ങിയാണ്. നമ്മൾ പറയും മടിയിൽ കനമുള്ളവനെ പേടിക്കിട്ടു എന്നുള്ളത്. സോ മടിയിൽ ഒട്ടും കനല്ലാതെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. കാരണം അല്ലെ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതിന് വീണ്ടും ഓൾ ഗോൺ പോയിന്റ് എന്ത് ഹാഫ് കൊണ്ട് അല്ലെ? തീയിൽ കുറിച്ചവർ വെളുത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇനി നഷ്ടപ്പെടില്ല, കാരണം നഷ്ടപ്പെടാൻ സാധ്യത 2 കാർഡും പോയി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള 2 അവസരങ്ങളും നിങ്ങളുടെ നേട്ടത്തിന്റെ മാത്രമായിരിക്കും. സോ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പൊ തുടക്കം ഗംഭീരമായിരുന്നു. ആ തുടക്കം പോലെ തന്നെ ഒടുക്കും ഗംഭീരാവട്ടെ. സോ ഒടുക്കത്തിലേക്കുള്ള 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് കൂടിയുണ്ട്. സോ നേരത്തെ മൂവി ഡയലോഗിലൂടെയായിരുന്നു നിങ്ങൾക്ക് അല്ലെ ക്ലൂ കിട്ടിയത്. ഇനി അത് വരയിലൂടെ ആയിരിക്കും. എങ്ങനെ വര? അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. അപ്പൊ അതിന്റെ ഗുണം അല്ലെ ഇവിടെ കാണും, കാണണം. ഓക്കെ, സോ കാർഡ് സെലക്ട് ചെയ്തോളൂ. തുടക്കം ഗംഭീരാൻ വേണ്ടി തുടക്കത്തിലെ കാർഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഒരാളിവിടെ വരണം. 2 പേര് എന്തായാലും മാറി വരണം. അപ്പൊ ആദ്യം ആരാ വരാൻ പോകുന്നത്? വരയ്ക്ക് അറിയുന്ന ആള് വരട്ടെ അല്ലേ? വരയ്ക്കുന്ന അറിയാം. ക്ലൈമാക്സിൽ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിലെ കൂടിയിട്ട് അവസാനം ഗംഭീരമായി ഓടാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പൊ ഇതാണ് മൂവി. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ആ പേര് എഴുതാൻ പാടില്ല, അക്ഷരങ്ങളോ അക്കങ്ങളോ ഒന്നും പാടില്ല. 2 കയ്യിൽ വെച്ചോളൂ. അതിന് സമയത്തിൽ വരുമ്പോൾ മാത്രമായിരിക്കും തുടങ്ങാം. ഓക്കെ, റെഡി? തുടങ്ങാലോ അല്ലെ? സോ അതിനിടയ്ക്ക് ഇതാണോ അല്ലയോ എന്നുള്ളത് ചോദിക്കാം, ആണല്ല എന്നുള്ളത് മാത്രം പറയാം. ഓക്കെ, നമ്പറുകൾ പാടില്ല, അക്കങ്ങളും അക്ഷരങ്ങളും ഒന്നും പാടില്ല. ഓക്കെ, റെഡി? പുള്ളിക്കാർക്ക് ചോദിക്കാം. റെഡി? യെസ്, റെഡി, സെറ്റ്, ഗോ. കാര്യമായിട്ട് കുത്തുന്നുണ്ട്. എന്തായിരിക്കും? മല.
ഹിമാലയല്ല, കുന്ന്, ചെറിയ കുന്ന്. മല. ചെറിയ എനിക്ക് അതുള്ള സിനിമകളിൽ ഈ സിനിമയുടെ സമയത്ത് ഫുഡല്ലേ? എന്തായിരിക്കും ശരി ഇന്ന്? പെപ്പർ. ഓക്കെ, അല്ലാതെ വേറെ എന്താ ശരി? എന്ത്? സോൾട്ട്. കണക്ട് ചെയ്ത് നോക്കൂ. സോൾട്ട് 10 seconds തുടങ്ങുള്ളൂ. സോൾട്ട് ആൻഡ് പെപ്പർ. റൈറ്റ് ആൻസർ. യെസ്. അതെന്നതാ? ആദ്യം വരച്ചൊരു കളക്ട് വന്നപ്പോ കുപ്പി. ഓക്കെ, കുപ്പി വരച്ചപ്പോ കുപ്പി അല്ലതാലും അല്ലേ? മനസ്സിലുണ്ട്, പക്ഷെ പുറത്തോട്ട് വരുന്നില്ല അതല്ലേ? ഇത് ഓർത്തത്. അതെ, ഇത് കറക്റ്റ് മൂഡായിരുന്നു. കറക്റ്റ് അതിൽ പ്ലേറ്റിലോട്ട് കൊട്ടുന്ന ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളി. അസാധ്യമായിരുന്നു. അസാധ്യ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇവിടെ തന്നോളൂ. സ്ക്രാച്ച് ചെയ്തു. അടിച്ചു. എവിടെ നഷ്ടപ്പെടുത്തിയോ, എത്രത്തോളം നഷ്ടപ്പെടുത്തിയോ അത് ഒരൊറ്റ ടേക്കില് എടുത്തിരിക്കുകയാണ്, തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 3000 അല്ലേ? അത് നേരത്തെ പറഞ്ഞ തുടക്കം ഗംഭീരാവും നമ്മൾ ചോദിച്ചു. ഗംഭീരാക്കിയിട്ടുണ്ട്. അടിപൊളി. അടിക്കൂ. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് നഷ്ടങ്ങളോടെ മാറ്റി വെക്കാം, നേട്ടങ്ങൾ മാത്രം ഇവിടെ വെക്കാം. ഓക്കെ, ഒറ്റ അവസരം നിങ്ങൾ നേടാൻ പറ്റേണ്ട മാക്സിമം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷകൾ ഒറ്റ അവസരം കൂടി മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് കാർഡാണ്. സോ മാക്സിമം നേടാൻ പറ്റുന്ന കാർഡായിരിക്കട്ടെ. ഓക്കെ, സോ കാർഡ് അവിടെ വെച്ചിട്ട് ടീച്ചറിങ് പോരെ. ഓക്കെ, ഈസി അല്ലേ? ഇനി കാർഡ് വേണ്ട, മനസ്സിൽ ആ പേര് വെച്ചോളൂ. എന്നിട്ട് കാർഡിന് പകരം ഇത് രണ്ട് വെച്ചോളൂ. ടീച്ചർ പിന്നെ ഇത് എടുത്തിട്ട് ഭയങ്കര ശീലം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? Okay. So on your marks, ready, set, go. Okay. അതെന്താണ്? ചീട്ടൊക്കെ പറയരുത്. ചീട്ടുകൾ കുറവരുത്. ഹൃദയം. ഓക്കെ, അതെന്തിൽ നിന്നാവും വരിക? ഹൃദയത്തിൽ നിന്നോ? അതല്ല, അതെന്തോ എപ്പോഴൊക്കെ ആയിരിക്കും വരിക? അത് കലച്ചിക്കുക. ആയിട്ട് പറയാൻ നോക്കിയേ, അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്തുള്ളപ്പോഴാണ്? ഓക്കെ, അതിലുണ്ട്. ഇപ്പൊ പറഞ്ഞ വാക്കിലൊന്നുണ്ട്. പ്രേമം അല്ല. കാതൽ. തമിഴ് വേണ്ട. അല്ലാതെ പിന്നെ എന്താ പറയാറ്? ഏറ്റവും കൂടുതൽ പറയാൻ എങ്ങനെയാ വാക്ക്? അത് ഏറ്റവും കൂടുതൽ പറയാറില്ല എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാറ്. ഇഷ്ടം. അടിപൊളി. പ്രേമം. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു. വേറെ വാക്കെന്താ? സ്കോഡ സ്റ്റാർട്ട് ചെയ്യാണ്. 5 4 3 2 1. ലവ് എന്നുള്ള വാക്ക് ഇത്ര നാളായിട്ട് അറിയില്ല അല്ലേ? ആക്ഷനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ആക്ഷൻ. എനിക്ക് തോന്നി ലവ് എന്നുള്ളത് ആദ്യമേ വരികയാണെങ്കിൽ മേ ബി ആലോചിച്ച് കിട്ടിയേനെ അല്ലേ? കത്തി എന്താന്ന് പിടി കിട്ടിയില്ല. കത്തി ആക്ഷൻ എന്താ, വേറെ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, വരയ്ക്കുന്നത് തന്നെ വരച്ചാൽ മതി എന്നുള്ളത്. കൈയാണ് ഉദ്ദേശിച്ചത്. അതിൽ ചിലപ്പോൾ കിട്ടിയേനെ. ഇതെന്താ ഉദ്ദേശിച്ചത്? നാടകത്തിന്റെ തിരശ്ശീല അല്ലേ? കറക്റ്റാണ്. ജയിലായിട്ട് കിട്ടിയാണ്. ഇത് രണ്ടും കിട്ടിയാലോ നമുക്ക് കിട്ടുമല്ലോ. ഫസ്റ്റ് ചിലപ്പോൾ ലവ് എന്ന് പറയുകയാണെങ്കിൽ പ്ലസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. കത്തിക്കുത്തോടെ നടന്നെങ്കിൽ ആലോചിക്കുമായിരുന്നു. കത്തി അത് ഇങ്ങനെ മൈൻഡ് അങ്ങ് പോയി. ഓക്കെ, സോ ജസ്റ്റ് മിസ് അല്ലേ? കുഴപ്പമില്ല. നോ പ്രോബ്ലം. അപ്പോൾ ആദ്യത്തെ 2 അവസരങ്ങളിൽ നേടിയ 3000 നിങ്ങൾ നിൽക്കുകയാണ്. സോ ആ കാർഡിൽ എത്രയെന്ന് അറിയണ്ടേ? അറിയാം. സ്ക്രാച്ച്. അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടതിൽ അല്ലെ നഷ്ടമില്ല എന്നുള്ളത്. കാരണം 3000 ആയിരുന്നെങ്കിൽ നമുക്ക് ടോട്ടൽ വരാന്നുണ്ടെങ്കിൽ 3010 ആയിരുന്നു. അപ്പൊ പിന്നെ വലിയ വിഷമം അല്ലേ? നോ പ്രോബ്ലം. അപ്പൊ ലവിനുള്ള 10 കിട്ടി. ലവിനുള്ള 10 കിട്ടി. ലവിന് 10 കൊടുക്കുന്നുള്ളൂ അല്ലേ? ലവിനാണ് കൊടുക്കണ്ടേ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും തുടക്കം ആദ്യത്തെ 2 അവസരങ്ങൾ കിട്ടിയ ഒരു എമൗണ്ട് എത്രയാണോ അത് നഷ്ടപ്പെടുത്തിയാലും തിരിച്ച് വീണ്ടെടുത്ത് 6 അവസരങ്ങൾ കഴിയുമ്പോൾ 3000 രൂപയായിട്ട് നിങ്ങൾ വിൻ ചെയ്തിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ കുറച്ച് ക്യാഷ് പ്രൈസിനൊപ്പം തന്നെ കുറച്ച് ഗിഫ്റ്റ്സ് കൂടെ തരട്ടെ. റെഡി? സോ സൺ സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് ഇവന്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ തരികയാണ്. 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എടശ്ശേരി ജ്വല്ലറി ആലുവ കാലടി നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. പെപ്കോ ഹോം ഫിനാൻസ് ലിമിറ്റഡ് നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടി ബേബിക്കോൺ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. പ്രത്യേകം എയർലോക്ക് ചെയ്ത സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ന്യൂസ് 2 കറീസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. റെഡി ടു കുക്ക് ആണ്. ആൻഡ് ഫൈനലി ഇത് സാധാരണ അച്ചാറല്ല,
കറികളില്ലാതെ ഭക്ഷണത്തിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഞാനു ബാബീസിൻ്റെ സ്പെഷ്യൽ പിക്കിൾ. ഓക്കെ, ആഡ് ഡയറക്ടറും ഒപ്പം തന്നെ ടീച്ചറും ഒരുമിച്ച് ഫ്രെയിമായിരുന്നു. ഏറ്റവും ഭംഗിയുള്ള മുഹൂർത്തത്തിലൂടെ പോയി അവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ശരിക്കും കണ്ടു. അപ്പോൾ ഇതുപോലെ പുതിയ മത്സരവേദി, പുതിയ മത്സരാർത്ഥികളായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും